നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. ജില്ലാ കളക്ടറുടെ ഇമെയിലിലേക്ക് സന്ദേശമെത്തിയത് ഉച്ചയ്ക്ക് 2-ന് ബോംബ് പൊട്ടുമെന്നറിയിച്ച്. പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ഭീഷണി സന്ദേശം വ്യാജമെന്ന് സ്ഥിരീകരിച്ചു. സ്ഥിരമായി ഉണ്ടാകുന്ന ബോംബ് ഭീഷണിയെ സംബന്ധിച്ച് സർക്കാർ സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ച് നാട്. ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നിരവധി പേർ. മങ്കരയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച് കോൺഗ്രസും ബി.ജെ.പിയും. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചേറ്റൂരിനെക്കുറിച്ച് ബോധോദയമുണ്ടായതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. മോദിയുടെ പ്രസംഗം കേട്ട ഉടനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ കുടുംബാംഗങ്ങളുടെ വീട് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയെന്നും വിമർശനം. രാഷ്ട്രീയത്തിലെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരാണ് ബി.ജെ.പിക്കാരെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയിൽ നിരോധിത സിഗരറ്റുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് കടമ്പഴിപ്പുറം കോണിക്കഴി സ്വദേശി 29 വയസ്സുള്ള നവാസ്. യുവാവിനെ പിടികൂടിയത് ബസ് യാത്രയ്ക്കിടെ. കണ്ടെടുത്തത് 21 സിഗരറ്റുകൾ. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വരൾച്ച പരിഹരിക്കാൻ കുളം നിർമ്മാണം തുടങ്ങി. 2 ഏക്കർ വിസ്തൃതിയിൽ കുളം നിർമ്മിക്കുന്നത് 4 കോടി രൂപ ചെലവിൽ. നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. നിർവഹിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വല്ലപ്പുഴയിലും കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നു. കളിസ്ഥലം നിർമ്മിക്കാൻ ഇറിഗേഷൻ സ്ഥലം വിട്ടു നൽകി. പ്രവർത്തികൾക്ക് 50 ലക്ഷം രൂപ അനുവദിച്ച് മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. റഷ്യൻ പട്ടാളത്തിൽ കുടുങ്ങിയ വടക്കാഞ്ചേരി സ്വദേശി ജെയിനിന് മോചനം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിനിനെ രക്ഷ വിട്ടയച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് മൈതാന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 2023-24 സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. പാലക്കാട് കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി സന്ദേശം. പോലീസും ബോംബ് സ്ക്വാഡും ഏറെ നേരം തിരച്ചിൽ നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം പാലക്കാട് RDO ഓഫീസിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ബോംബ് ഭീഷണി വ്യാജമാണെന്നാണ് പോലീസ് സ്ഥിരീകരണം. തമിഴ്നാട് സ്വദേശി സവുക്ക് ശങ്കർ എന്ന ആളെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി സന്ദേശം. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2-ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഭീഷണിയെ തുടർന്ന് തെരച്ചിൽ നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. മുഴുവൻ ജീവനക്കാരെയും കളക്ടറേറ്റിൽ നിന്ന് പുറത്തിറക്കിയാണ് പരിശോധന നടത്തിയത്. കൊല്ലം കളക്ടറേറ്റിലും കോട്ടയം കളക്ടറേറ്റിലും സമാനമായ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. കളക്ടറുടെ മെയിൽ ID-യിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. പിന്നെ ഇപ്പോൾ പോലീസ് സെർച്ച് ഓപ്പറേഷൻ എടുക്കുകയാണ്. ബോംബ് സ്ക്വാഡ് കൂടെ വന്നിട്ടുണ്ട്. 2 o'clock ഡിറ്റനേഷൻ ആവും. ഇംപ്രൂവൈസ്ഡ് ആയിട്ട് ഡിവൈസ് ഇവാക്യുവേറ്റ് ചെയ്യണം, സെക്യൂരിറ്റി ഫോഴ്സിനെ ഇൻഫോം ചെയ്യണമെന്നാണ് ഒരു മെയിലിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. സോ അതിൻ്റെ ഒരു ഡ്യൂ ഡെലിജൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻ എടുക്കുകയാണ്. എല്ലാ സ്റ്റാഫും കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി മെയിൽ ID കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ പാലക്കാട് RDO ഓഫീസിൽ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. പാലക്കാട് കളക്ടറേറ്റിൽ 8 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ബോംബ് ഭീഷണി വരുന്നത്. RDO ഓഫീസിൽ ഈ മാസം 16-ന് സമാനമായ ഭീഷണി വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്ഥിരമായുണ്ടാവുന്ന ബോംബ് ഭീഷണി സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. മനുഷ്യജീവന് വില കൽപ്പിക്കുന്നതുകൊണ്ട് സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ സർക്കാർ കർശന പരിശോധന നടത്തണമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ഇതൊരു തെറ്റായ മെസ്സേജ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ തെറ്റാണെങ്കിൽ പോലും അവർക്കത് പരിശോധിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങളുടെ ജീവനുമാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പോലീസ് വന്ന് എല്ലാ പരിശോധനയും നടത്തിയതാണ് കളക്ടർ. ഇതിപ്പോൾ സ്ഥിരമായി കഴിഞ്ഞ ദിവസം RDO ഓഫീസിൽ ഇതുപോലെ പറഞ്ഞു. കളക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു RDO ഓഫീസുകളിൽ കളക്ടറേറ്റുകളിലൊക്കെ ഇതുപോലെ അനോണിമസ് മെസ്സേജുകൾ വരികയാണ്. പക്ഷെ അത് ഏതാണെന്നുള്ളത് സർക്കാർ വളരെ വിജിലൻ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട സാഹചര്യമാണ്. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചേറ്റൂരിനെക്കുറിച്ച് ബോധോദയമുണ്ടായതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ട ഉടനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ കുടുംബ വീടുകൾ അന്വേഷിച്ചു നടക്കാൻ തുടങ്ങിയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചേറ്റൂരിന് വേണ്ടി നിർമ്മിച്ച 6 വർഷം മുൻപ് പൂട്ടിയിട്ട മംഗല റെയിൽവേ സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കാൻ നടപടി എടുക്കുമോ എന്നും ശ്രീകണ്ഠൻ ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീകണ്ഠൻ എം.പി. BJP ഈ പാത പിന്തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലും എല്ലാം മഹാത്മാക്കളാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, സർദാർ പട്ടേലിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് അവിടെ വലിയ പ്രതിമ നിർമ്മിക്കുമ്പോൾ BJPക്കാർ അറിഞ്ഞിട്ടില്ല. BJP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന RSSകാർ അതിന് അനുകൂലമല്ല. കാരണം ഇന്ത്യയിൽ അക്രമവും സമാധാന തകർച്ചയും വർഗീയവാദവും വിഘടനവാദവും നടത്തുന്ന ഒരു സംഘടനയാണ് RSS എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ആദ്യത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ സർദാർ പട്ടേൽ RSSനെ നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചരിത്രങ്ങളെ അറിയാതെയാണ്, ചരിത്രങ്ങളെ വികലമാക്കാൻ വേണ്ടി നടക്കുന്നു. ഒരു കാര്യം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വർഷം 10 കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ചേറ്റൂർ ശങ്കരനായരെ കുറിച്ച്. അതിനൊരു സിനിമ വേണ്ടി വന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക്, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഈ തറവാടും വീടും ഒക്കെ അറിയാൻ. ഇപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ് എന്താണെന്നൊക്കെ ഗവേഷണം ചെയ്ത് നടക്കുകയാണ് BJP. നല്ല കാര്യമാണ്. ചേറ്റൂർ സി ശങ്കരൻ നായർക്ക് സ്മാരകം നിർമ്മിക്കാൻ 5 വർഷം മുമ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചതായും MP പറഞ്ഞു. പക്ഷേ 1 കിലോമീറ്റർ ദൂരം നെൽപ്പാടം താണ്ടി വേണം പുഴയോരത്തെ സ്മൃതി കുടീരത്തിൽ എത്തിപ്പെടാൻ. കൂടാതെ കുടുംബ സ്വത്തായതിനാൽ ഭൂമി വിട്ടുകിട്ടാൻ കുറേ നൂലാമാലകളുമുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യം നടക്കാതെ പോയതെന്നും MP പറഞ്ഞു. നേതാക്കളടക്കമുള്ള 50ഓളം കോൺഗ്രസ് പ്രവർത്തകർ 9 മണിയോടെയാണ് സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. MP VK ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, KA തുളസി, KPCC ജനറൽ സെക്രട്ടറിമാർ, മറ്റു DCC ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത്. തുടർന്ന് മങ്കരയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, CV ബാലചന്ദ്രൻ, PV രാജേഷ്, MN ഗോകുൽദാസ്, അച്യുതൻകുട്ടി, C വിനയൻ എന്നിവർ സംസാരിച്ചു. രാവിലെ 8-ന് BJPയുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും എത്തി പുഷ്പാർച്ചനയും വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു. കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ എതിർത്തിരുന്നു. തുടർന്ന് മങ്കര വെള്ള റോഡിൽ BJP പാലക്കാട് ജില്ലാ കമ്മിറ്റിയും അനുസ്മരണ സമ്മേളനം നടത്തി. സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന ആശങ്കയിൽ മങ്കരയിലും അനുസ്മരണ സ്ഥലത്തും വൻ പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇത്തവണ 2 പാർട്ടികളും മത്സരിച്ചാണ് അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വലിയൊരു മാധ്യമ പട തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. കോൺഗ്രസ് ചേറ്റൂരിനെ അപമാനിക്കുകയും അനാദരിക്കുകയും ചെയ്തതായും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് BJP ശ്രമമെന്നും കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോൺഗ്രസ് ലീഗിനെ ഭയന്നാണ് ചേറ്റൂരിനെ വിസ്മരിച്ചതെന്നും നെഹ്റു കുടുംബേതര സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഗണിക്കുന്നതായും കൃഷ്ണദാസ് പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ ചേറ്റൂർ സർ C ശങ്കരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ പോരാളികളെ പുതുതലമുറയിലേക്ക് പരിചയപ്പെടുത്താനാണ് ചേറ്റൂരിന്റെ അനുസ്മരണത്തിൽ സജീവമായി BJP രംഗത്ത് വന്നതെന്ന് കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയവും ആവേശകരവുമായ അധ്യായം എഴുതിച്ചേർത്ത മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയും കളകറഞ്ഞ ദേശഭക്തനും രാഷ്ട്രതന്ത്രജ്ഞനും നിയമപണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിട്ട് ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ സ്മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ശ്രീ ചേറ്റൂരിൻ്റെ സ്മൃതി ദിനത്തിൽ ഇവിടെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ മലയാളിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മുടെ രാജ്യത്ത് അറിയപ്പെടാത്ത ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആസാദി കാ അമൃത് മഹോത്സവ് എന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം നേടി 75-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര ഗവൺമെൻറ്റും ഇത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. 40ഓളം BJP പ്രവർത്തകർ പുഷ്പാർച്ചനയ്ക്ക് എത്തിയിരുന്നു. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബിന്ദു, ഉഷ ബാലചന്ദ്രൻ, ബേബി ചന്ദ്രൻ, MP ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്, KV സുഭാഷ്, പഞ്ചായത്ത് അംഗം രതീഷ്, പ്രസിഡന്റ് സജീവ്, ചേറ്റൂരിൻ്റെ കുടുംബാംഗം പ്രസാദ് ചേറ്റൂരും ചടങ്ങിൽ പങ്കെടുത്തു. മറ്റ് ജില്ലാ ഭാരവാഹികളും ചടങ്ങിന് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ നിരോധിത സിഗരറ്റുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കടമ്പഴിപ്പുറം കോണിക്കഴി ആരോണി വീട്ടിൽ 29 വയസ്സുള്ള നവാസാണ് പിടിയിലായത്. യുവാവിനെ പിടികൂടിയത് ബസ് യാത്രയ്ക്കിടെ ഇയാളിൽ നിന്ന് 21 സിഗരറ്റുകളാണ് കണ്ടെടുത്തത്. നിരോധിത സിഗരറ്റ് ഡിസ്പോസിബിൾ പോഡ് ഡിവൈസുകൾ 21 എണ്ണം ഇയാളിൽ നിന്നും കണ്ടെത്തി. വിപണിയിൽ ഏകദേശം 50,000 രൂപയോളം വില വരുമെന്നാണ് കണക്ക്. സിഗരറ്റ് പുതിയ ജനറേഷൻ യുവാക്കളിൽ ട്രെൻഡായി മാറിയിട്ടുള്ളതാണ്. ഒറ്റനോട്ടത്തിൽ സ്പ്രേയോ ബോഡി ലോഷനോ എന്ന് തോന്നിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഒരു സിഗരറ്റിൽ നിന്നും 13,000 പഫ് വരെ എടുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് യുവാക്കളിൽ ഗ്രൂപ്പ് സ്മോക്കിങ്ങിന് കൂടുതലായി ഉപയോഗിക്കുന്നു. വ്യത്യസ്ത ഫ്ലേവറിൽ ലഭ്യമാകുന്നതുകൊണ്ട് അവരവരുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്നതുമാണ്. നിയമാനുസരണ രേഖകൾ തയ്യാറാക്കി പ്രതിയെ വാളയാർ പോലീസിന് കൈമാറി. വാളയാർ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ മുരുകദാസ് A, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് ഷരീഫ് PM,
അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രഭ ജി, പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. KSRTC ബസ്സിലെ യാത്രക്കാരനായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി നവാസിൽ നിന്നും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട 21 സിഗരറ്റുകൾ കണ്ടെടുത്തിട്ടുള്ളതാണ്. ഇതിന് ഏകദേശം വിപണിയിൽ 50,000-ഓളം രൂപ വരും. ഇത് ഒരെണ്ണത്തിൽ തന്നെ ഉദ്ദേശം 13,000-അധികം പഫ് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റീചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് വിവിധ വർണ്ണത്തിലും നിറത്തിലും അതുപോലെ ഫ്ലേവറിലും ലഭ്യമാകുന്നുണ്ട്. അപ്പം ഇത് പ്രൊഹിബിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗരറ്റ് ആക്ട് 2019 പ്രകാരം സെക്ഷൻ 4 പ്രകാരം കുറ്റകരമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വരൾച്ച പരിഹരിക്കാൻ കുളം നിർമ്മാണം ആരംഭിച്ചു. 4 കോടി രൂപ ചെലവിൽ 2 ഏക്കർ വിസ്തൃതിയിലാണ് കുളം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹ്സിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വേനൽക്കാലത്ത് നേരിടുന്ന വരൾച്ച പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. നെൽകൃഷി, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും തടസ്സമായ സാഹചര്യത്തിലാണ് ജലസേചനം ഉറപ്പുവരുത്തുന്നതിന് കുളം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. കടുത്ത വേനലിലും കേന്ദ്രത്തിലെ പ്രവൃത്തികൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നതിനായി 2 ഏക്കർ വിസ്തൃതിയിലാണ് കുളം നിർമ്മിക്കുക. 4 കോടി രൂപയാണ് ചിലവിടുന്നത്. മുഹമ്മദ് മുഹ്സിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പട്ടാമ്പിക്കൊക്കെ തന്നെ അഭിമാനമായിട്ടുള്ള, കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് 100 വർഷത്തിലേക്ക് കടക്കുന്ന 1927 ആരംഭിച്ച ഈ സ്ഥാപനം. ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെല്ല് ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന, സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൈബ്രിഡ് നെല്ല് വിത്തനങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമായ ഈ സ്ഥാപനം പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയ ഇറിഗേഷൻ സംവിധാനം തന്നെയാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നത്. പക്ഷെ കാലാവസ്ഥ വ്യതിയാനം ഇറിഗേഷൻ പദ്ധതികൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇവിടുത്തെ റിസർച്ച്, ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു ജലസംഭരണി, ഒരു അത്യാവശ്യം വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇത് റിസർച്ചിന് ഏറെ പ്രയോജനപ്പെടും. പരിസരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കുടിവെള്ളം അടക്കമുള്ള ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് 100 വർഷത്തോടടുക്കുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട ജലവിതരണ ശൃംഖല ഉണ്ടാക്കണമെന്ന ശാസ്ത്രജ്ഞന്മാരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. P. വിജയകുമാർ, C. സംഗീത, മോഹനൻ, RARS മേധാവി ഡോക്ടർ P. രാജി, KVK മേധാവി ഡോക്ടർ സുമിയ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട മലയാളി യുവാവ് വടക്കാഞ്ചേരി കുത്തുപറയിലെ വീട്ടിൽ സുരക്ഷിതനായി തിരികെയെത്തി. 29-കാരൻ ജെയിൻ കുര്യനെ നാടൊന്നാകെയാണ് സ്വീകരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 വീട്ടിലെത്തിയ ജെയിനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു. റഷ്യയിൽ നിന്നും ആദ്യം ഡൽഹിയിലെത്തിയ ജെയിൻ ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അവിടെ നിന്ന് വീട്ടിലും എത്തുകയായിരുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത്. ജെയിനൊപ്പം റഷ്യയിലെത്തിയ സന്ദീപ്, ബന്ധുകൂടിയായ ബിനിൽ എന്നിവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനിടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ജെയിൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു. 2 ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ജെയിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ റഷ്യൻ സൈന്യം ഉത്തരവിട്ടിരുന്നു. എന്നാൽ 1 വർഷത്തെ സൈന്യവുമായുള്ള കരാർ അവസാനിച്ചതോടെ ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും ഇടപെട്ടാണ് ജെയിനിനെ നാട്ടിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമ്പലപ്പാറ പഞ്ചായത്ത് മൈതാന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 2023-24 സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ചെലവഴിച്ച്. നിലവിൽ ചുറ്റുമതിൽ കെട്ടുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഫുട്ബോൾ, വോളിബോൾ, കബഡി കോർട്ടുകൾ, ഫ്ലഡ്ലിറ്റ് സംവിധാനം, കായികോപകരണങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയും നടപ്പാക്കും. കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ് നിർവഹണ ചുമതല. 8 മാസമാണ് കരാർ കാലാവധി. അമ്പലപ്പാറ ആശുപത്രി പടിയിൽ 1 ഏക്കറിലധികം വരുന്ന മൈതാനം കാലങ്ങളായി നവീകരണം കാത്ത് കിടക്കുകയായിരുന്നു. മിച്ചഭൂമിയായിരുന്ന സ്ഥലം 1985-ലാണ് പഞ്ചായത്ത് മൈതാനമാക്കി ഉയർത്തിയത്. ഉദ്ഘാടന സമയത്ത് നിർമ്മിച്ച ഒരു സ്റ്റേജും 2 മുറികളും മാത്രമാണ് നിലവിലുള്ളത്. ഇവ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷനുമില്ല. നിർമ്മാണം പൂർത്തിയായാൽ പഞ്ചായത്ത് മൈതാനം കായിക താരങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വെട്ടിക്കാട്ടിരിയിൽ വാഹനാപകടം. തൃശൂരിൽ നിന്നും പലചരക്ക് സാധനങ്ങളുമായി ഒറ്റപ്പാലത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. ആളപായമില്ല. പിക്കപ്പ് വാൻ ഡ്രൈവർ സനൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പലചരക്ക് സാധനങ്ങൾ കച്ചവടത്തിനായി കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. വാഹനം പലതവണ തലകീഴായി മറിഞ്ഞു. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് സനലിനെയും മറ്റു സാധനങ്ങളെയും വേറെ വാഹനത്തിൽ കയറ്റി ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുപോയി. ഇവിടങ്ങളിൽ അപകടം നിത്യസംഭവമാണ്. ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഓൺലൈനിൽ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അപലപിച്ചു. രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ശക്തമായ മുൻകരുതൽ എടുക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാന്റെ അറിവോടെ നിഷ്കരുണം കൊല്ലപ്പെട്ട ഭാരതീയർക്കായി ഭാരതീയ ജനതാ പാർട്ടി ഷൊർണൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ ജ്വാലയും ശ്രദ്ധാഞ്ജലിയും അർപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ.പി. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെക്കാൾ വലിയ സ്നേഹം, ഭാരതീയരോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണ് CPM-ന് പാകിസ്ഥാനിലെ പട്ടികളോടെങ്കിൽ നിങ്ങളോട്, ഇവിടുത്തെ CPM-നോട്, പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ആചാരം വാങ്ങി നിൽക്കുന്ന സഖാക്കളോട് ഒന്നേ പറയാനുള്ള ഭാരതീയർക്ക് കടക്ക് പുറത്ത്, ആ കടക്ക് പുറത്ത് എന്ന് പറയുന്ന മുദ്രാവാക്യം ഇനി മുതൽ കേരളത്തിൽ ഉണ്ടായിരിക്കും. ഭീകരവാദികൾക്ക് ചുക്കാൻ പഠിക്കുന്ന സഖാക്കൾക്ക്, ആ സഖാക്കൾക്കുള്ള തക്കതായ മറുപടി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സേന നൽകുമെന്നത് ഭാരതത്തിലെ മുഴുവൻ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നാളിതുവരെ തെറ്റിയിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി എം ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി സിനി മനോജ്, ജില്ലാ സെക്രട്ടറി കെ പ്രസാദ്, എൻ മണികണ്ഠൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ, മുൻ ജില്ലാ സെൽ കോർഡിനേറ്റർ സതീഷ് കുമാർ, KT രവിദാസ്, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, ജനറൽ സെക്രട്ടറി റീനു റാം, ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ്, ജനറൽ സെക്രട്ടറി ബിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ 100 പേർക്ക് കൃത്രിമക്കാൽ വെച്ച് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 10-11 തീയതികളിലായി ഒറ്റപ്പാലം റോട്ടറി ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. റോട്ടറി ക്ലബ്ബ് തൃശൂർ, ജയ്പൂർ റോട്ടറി, വോൾവർ ഹംഷൻ UK എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃത്രിമ കാൽ വെച്ച് നൽകുന്നത്. നേരത്തെ കൃത്രിമ കാൽ വെച്ചവർക്കും ക്യാമ്പ് പ്രയോജനപ്പെടും. കാലുകളുടെ അളവെടുക്കൽ മെയ് 10-11 തീയതികളിൽ ഒറ്റപ്പാലം റോട്ടറി ഹാളിൽ നടക്കും. തീർത്തും സൗജന്യമായാണ് ജയ്പൂർ കാലുകൾ നൽകുന്നതെന്നും മധുസൂദനൻ പറഞ്ഞു. പ്രസിഡന്റ് സുനിൽ അമ്മാത്ത്, റോട്ടറിയന്മാരായ ജയേഷ്, മുരളീധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ റോട്ടറി ഡിസ്ട്രിക്റ്റിൽ ഒരു 500 കൃത്രിമക്കാലുകളാണ് ജയ്പൂർ ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി 100ഓളം കാലുകൾ നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്ട് അത് ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബാണ്. പാലക്കാട് ജില്ലയിൽ 19 റോട്ടറി ക്ലബ്ബുകൾ ഉണ്ടെങ്കിലും അതിന്റെ ലീഡ് ചെയ്യുന്നത് റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലത്തിന്റെ നേതൃത്വത്തിലാണ്. എന്റെ ക്യാമ്പ് നമ്മൾ മെയ് 10-11 തീയതികളിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലം ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 29 നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുന്നതിനായി ജമിയത്തുൽ മുഅല്ലിമീൻ മുളൂർക്കര റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി KM ഉമർ ഹാജി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് A അഷറഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷഫീഖ് കരുതക്കാട്, സംഘാടക സമിതി ജില്ലാ കൺവീനർ ഷഹീർ ദേശമംഗലം എന്നിവർ വിഷയാവതരണം നടത്തി. റേഞ്ച് വൈസ് പ്രസിഡന്റുമാരായ ഷാഹുൽ ഹമീദ് അൽ ഖാസിമി, അബ്ദുൾ ജബ്ബാർ ഫൈസി, SCA തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി VP ഷാഹിദ് കോയത്തങ്ങൾ, SKSSF വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് VM ഷമീർ, SYS മുള്ളൂർക്കര മേഖലാ പ്രസിഡന്റ് KM ഉസ്മാൻ മുസ്ലിയാർ, SMF റേഞ്ച് ജനറൽ സെക്രട്ടറി PK മൂസ എന്നിവർ സംസാരിച്ചു. തുടക്കത്തിൽ രാജ്യം വലിയ കലുഷിതമായി നിൽക്കുമ്പോഴാണ്, ആ ഒരു നിർണായകമായ അവസ്ഥയിലാണ് ദീർഘവീക്ഷണത്തോടു കൂടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അന്നത്തെ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരുന്നത്. അതാണ് ആരാധനാലയ സംരക്ഷണ നിയമം 991 എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? 947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പിന്നീടുള്ള ഈ നാട്ടിൽ നിലനിൽക്കുന്ന, അത് മുസ്ലിങ്ങളാകട്ടെ ഇതര മതസ്ഥരാകട്ടെ, ഏത് ആരാധനാലയങ്ങളാണെങ്കിലും അതിൽ ഒരു അവകാശവാദമോ തർക്കമോ ഉന്നയിക്കരുത്. ഇത് പറയുന്ന ഘട്ടത്തിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഉത്തർപ്രദേശിലെ ജില്ലാ കോടതി മുതൽ അവിടുത്തെ ഹൈക്കോടതികളിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലും വ്യവഹാരങ്ങൾ നടക്കുകയാണ്. സംഘടക സമിതി താലൂക്ക് കോർഡിനേറ്റർ KA ഹംസക്കുട്ടി മൗലവി സ്വാഗതവും റേഞ്ച് ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാക്കവി നന്ദിയും പറഞ്ഞു. റേഞ്ച് പരിധിയിൽപ്പെട്ട മുഴുവൻ മഹല്ല മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികളിലേക്കും പൊതുജനങ്ങളിലേക്കും സംഘടനാ പ്രവർത്തകരിലേക്കും ഈ സന്ദേശം എത്തിക്കുവാനും പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രഖ്യാപിച്ച മെയ് 20 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള CITU ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സമ്പന്നരെ പ്രീതിപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ തൊഴിലാളി താൽപ്പര്യങ്ങൾ ഹനിക്കുകയാണ്. ആരോഗ്യം മുതൽ ആഴക്കടൽ വരെ കേന്ദ്ര സർക്കാർ കുത്തകകൾക്ക് തീരെഴുതി. പൊതുനിരത്തുകളും ഗതാഗതവും തീരെഴുതാനുള്ള നിയമനിർമ്മാണങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഭരണഘടന നൽകുന്ന പൗരസ്വാതന്ത്ര്യം ഓരോ ദിനവും ഹനിക്കപ്പെടുകയാണ്. ആഭ്യന്തര മേഖലയിലും രാജ്യസുരക്ഷാ സംവിധാനങ്ങളിലും കൊണ്ടുവന്ന അപകടകരമായ നയത്തിന്റെ ഭാഗമാണ് കാശ്മീരിന്റെ ഭീകര ആക്രമണമെന്നും രാജ്യത്ത് നടക്കുന്നത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്നും ഹരികൃഷ്ണൻ പറഞ്ഞു. ലാഭകരമല്ലാത്ത മേഖലയിൽ ഓടിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, എന്നാൽ ഇവരെ കൊള്ളയടിക്കാൻ ഓടിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ബസ്, ഓട്ടോറിക്ഷ ആരാ കൂലി നിശ്ചയിക്കുന്നത്? ഗവൺമെന്റാണ്. അതല്ലെങ്കിലോ ഇവരെ ചൂഷണം ചെയ്യാനുള്ള ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ നിയമം ഉണ്ടാക്കി. ആ നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശിൽ സംഭവിച്ചത് ഒന്ന് കൂട്ടി. ഇന്നത്തെ സാഹചര്യം സ്വകാര്യ മേഖലയ്ക്ക് കഴിയില്ല. കേരളത്തിന്റെ അനുഭവം ഞാൻ പറഞ്ഞു. എല്ലാവരും വ്യക്തിഗത വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലോ, എല്ലാവരും കാർ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല. കേരളത്തിന്റെ പുറത്ത് കിടന്നാൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെയല്ല ഉള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അഡ്വക്കേറ്റ് MS സ്കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. K ബാബു MLA, PS മഹേഷ്, അബ്ദുൾ ഷുക്കൂർ, E ചന്ദ്രബാബു, PG മോഹൻകുമാർ, PK സുമതി, P മനോഹരൻ, ജോൺസൺ ജേക്കബ്, S ശിവദാസ്, രവി, TB നിജാം എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് MLA K പ്രേംകുമാർ, സെക്രട്ടറി AV സുരേഷ്, വൈസ് പ്രസിഡന്റുമാരായി K ബാബു MLA, PS മഹേഷ്, PG മോഹൻകുമാർ, ജോൺസൺ ജേക്കബ് എന്നിവരെ തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറിമാരായി അബ്ദുൾ സുക്കൂർ, P സതീശൻ, രവി, P മനോഹരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലിയോടനുബന്ധിച്ച് എല്ലാ വില്ലേജുകളിലും അപേക്ഷ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ദേശമംഗലം പല്ലൂർ വില്ലേജുകളിൽ അപേക്ഷകൾ സ്വീകരിച്ചു. പട്ടയ അപേക്ഷാ സ്വീകരണത്തിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ചിലത് കുന്നംകുളത്ത് കൊണ്ടുപോയി കൊടുക്കണം, ചിലത് താലൂക്കിൽ കൊടുക്കണം. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോം നമ്പർ 1 വഴി നമുക്ക് എല്ലാവരും അപേക്ഷകൾ കൊടുക്കാം. അത് ഇരുന്ന് പരിശോധിച്ച് ഏതെല്ലാം തഹസിൽദാർക്കാണ് കൈമാറി പോകേണ്ടത് എന്ന് ഇവിടുന്ന് തന്നെ തരംതിരിച്ച് അത് കൊടുക്കാനും അതിൻ്റെ തുടർ നടപടിയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സൗകര്യം നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിനാണ് നേരത്തെ ഇവിടെ തഹസിൽദാർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പലരും ഇവിടെ ചില രേഖകൾ, ചോദിച്ച രേഖകൾ ആധാർ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടായിരുന്നു. എങ്കിലും ഹാജരാക്കി കൊടുത്താൽ മതി. നമ്മുടെ കൈവശം എന്ത് രേഖയുണ്ട്, നമ്മൾ കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് രേഖ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന രേഖ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തോളും. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക എന്ന സന്ദേശത്തോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങൾ സ്വീകരിക്കുന്നതായും MLA പറഞ്ഞു. ചടങ്ങിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത്, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുനിൽകുമാർ, സിൽവി, ദേശമംഗലം വില്ലേജ് ഓഫീസർ KT അസു, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ബിനേഷ് MK, സീനിയർ ക്ലർക്ക് സോണി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വല്ലപ്പുഴയിലും കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നു. കളിസ്ഥലം ഒരുക്കാൻ ഇറിഗേഷന്റെ സ്ഥലം വിട്ടുകിട്ടി. പ്രവർത്തികൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചതായി മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു.
വല്ലപ്പുഴയിലുള്ള കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പൊതു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്. തടസ്സങ്ങൾ നീക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. നിലവിൽ സ്കൂൾ ഗ്രൗണ്ടുകളല്ലാതെ വല്ലപ്പുഴയിൽ വലിയ പൊതു കളിസ്ഥലമില്ല. നിലവിൽ ലഭ്യമായ സ്ഥലത്തെ മികച്ച രീതിയിൽ കളിസ്ഥലം നിർമ്മിക്കുന്നതോടെ പ്രദേശത്തെ കായിക മേഖലയ്ക്ക് വലിയ ഗുണകരമാകും. കളിസ്ഥലം നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ സ്ഥലം അവിടെ കിടക്കുന്നത്, അത് ഇറിഗേഷൻ അല്ലാതെ സ്പോർട്സിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സ്ഥലം സ്പോർട്സിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട യോഗം ഇവിടെ താലൂക്കിൽ വിളിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. അപ്പോൾ അവിടെ 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ അവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാനും അതോടൊപ്പം ഇതിനു വേണ്ട അനുമതികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ദേശമംഗലം ആറ്റുപുറം പൈതങ്ങളുടെ ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മഖാം അങ്കണത്തിൽ വ്യാഴാഴ്ച രാവിലെ ആറ്റുപുറം മഹല്ല സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. മൗലീദ് പാരായണത്തിന് ആറ്റുപുറം ജുമാ മസ്ജിദ് ഖത്തീബ് ഹനീഫ ബാക്കവി നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ 500ഓളം പേർക്കുള്ള അന്നദാന വിതരണവും നടന്നു. വൈകിട്ട് 8:30 കിണറ്റിൽ എറിയപ്പെട്ട വെള്ളി നക്ഷത്രം എന്ന വിഷയത്തെക്കുറിച്ച് ബഷീർ മുസ്ലിയാർ ചളവറ അവതരിപ്പിച്ച കഥാപ്രസംഗവുമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നടന്ന സമൂഹ അന്നദാനത്തിന് അബ്ദുൽ ഖാദർ കുഞ്ഞാക്ക, PK സുലൈമാൻ, PM മുഹമ്മദ് കുട്ടി, PM നിസാർ, PM സൈനുദ്ദീൻ, H ഹുസൈൻ, K മോഹനൻ, MS മനീഷ്, K ബാബുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. മതം നോക്കി ആളെ കൊല്ലുന്ന, കാശ്മീരിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. മതം ചോദിക്കുക എന്നിട്ട് ആളെ കൊല്ലുക. അതിന് മുമ്പ് ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിന്റെ പേര് വിളിക്കാൻ പറയുക, അല്ലെങ്കിൽ കൊന്നു കളയുക. കാശ്മീരിൽ നേരെ തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മതം നോക്കി ആളെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഈ കെട്ടകാലത്ത് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദങ്ങളും സ്നേഹങ്ങളൊക്കെ പിടിച്ചു നിർത്തുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. അന്തരിച്ച പ്രമുഖ വ്യവസായി മുഹമ്മദ് ഷമീറിന്റെ സ്മരണാർത്ഥം ക്രിക്കറ്റ് ടൂർണമെന്റ് പാലക്കാട്ട് സംഘടിപ്പിക്കും. വ്യവസായ സംരംഭക കൂട്ടായ്മയായ BNI സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഏപ്രിൽ 26-27 തീയതികളിലായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആണ് നടക്കുക എന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. വ്യവസായ സംരംഭങ്ങൾ വിപുലപ്പെടുത്താനും ഉത്പാദന വിപണന ശൃംഖലകൾ വികസിപ്പിക്കാനുമായി ലോകത്താകെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് BNI. ജില്ലയിലെ BNIയുടെ 11 ചാപ്റ്ററുകളിൽ നിന്നായി 11 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. സോഫ്റ്റ് ബോൾ ഉപയോഗിച്ച് കളിക്കുന്ന ടൂർണമെന്റ് നിയന്ത്രിക്കുന്നത് KCA ആണ്. വ്യവസായ മേഖലയിലും സ്പോർട്സ് മേഖലയിലും ഏറെ തൽപരനായിരുന്ന KJ മുഹമ്മദ് ഷമീറിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ 11 ചാപ്റ്ററുകളായിട്ട് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 11 ചാപ്റ്ററുകളിലായി ഇപ്പോൾ 450ഓളം സംരംഭകർ ഇതിന്റെ ഭാഗമാണ്. ഇതിലൂടെ തന്നെ സംരംഭകർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് കുറച്ചുകൂടി ഗുണത്തിലും അതേപോലെ ഏരിയ വൈസൊക്കെ കുറച്ചും കൂടി വ്യാപിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ബിസിനസ് മെമ്പർമാർക്ക് പാലക്കാടിന്റെ പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തു നിന്നൊക്കെയുള്ള കണക്ഷൻസ് ഉണ്ടാക്കുകയും അതിലൂടെ ഗുണനിലവാരം കൂടിയതും വിലയിൽ കുറഞ്ഞ രീതിയിലും പ്രൊഡക്ട്സ് വാങ്ങാനും അതിലൂടെ പാലക്കാട് ജനങ്ങൾക്ക് അവർക്ക് നല്ല രീതിയിൽ വില കുറവിലും ഗുണം കൂടുതലായിട്ടും സർവീസ് കൊടുക്കാൻ, പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ നമ്മുടെ മെമ്പർമാർക്ക് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയർമാൻ CP അബ്ദുൽ സലാം, കോർഡിനേറ്റർ പ്രമോദ് ശിവദാസ്, KCA പ്രതിനിധി സിയാവുദ്ദീൻ, നിഖിൽ കൊടിയത്തൂർ, ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അംഗൻവാടി ഹെൽപ്പർ അമ്മിണിക്ക് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ യാത്രയയപ്പ് നൽകി. മണ്ണൂർ പന്തത്തോടി അംഗൻവാടിയിലെ ഹെൽപ്പറായിരുന്നു അമ്മിണി. യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. സേവിച്ച സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് അമ്മിണി ചേച്ചി. ആ അമ്മിണി ചേച്ചി ഇത്രയും വർഷം 33 വർഷം അമ്മിണി ചേച്ചി ഈ അംഗനവാടി ഹെൽപ്പറായി പണിയെടുത്തതിന് ആദ്യമായി ഞാൻ അമ്മിണി ചേച്ചിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് എൻ്റെ വളരെയധികം നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വർക്കാണ്, ഒരു സേവനമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഇത്രയും അധികം വർഷമായിട്ടുള്ള ആളുകളൊക്കെ വളരെ ചുരുക്കമായിരിക്കും. അംഗനവാടി വർക്കറില്ലാത്ത സമയത്ത് അതിനു പകരമായിട്ട് ഈ പാറ്റുകുഴി അംഗനവാടി എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇത് പന്തത്തോടി അംഗനവാടി എന്നാണ് നമ്മൾ പഞ്ചായത്തിൽ അറിയപ്പെടുന്നത്. 2ാം വാർഡിലെ M ബേബി അധ്യക്ഷത വഹിച്ചു.
തുടർന്ന് വാർഡംഗം ഹുസൈൻ ഷഫീഖ് ഉപഹാരം സമ്മാനിച്ചു. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ, രക്ഷിതാക്കൾ എന്നിവരും ഉപഹാരങ്ങൾ നൽകി. ICDS സൂപ്പർവൈസർ നളിനി, CDPO ശ്രീലത, M ദേവദാസ്, P ബാബു, PM യൂനസ്, P സുമിത, P നാരായണൻകുട്ടി, ബിനിത എന്നിവർ സംസാരിച്ചു. അമ്മണി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മസേന യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും നൽകിയത്. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പട്ടാമ്പി നഗരസഭയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണ് എന്നുള്ളത് ശുചിത്വത്തിൻ്റെ. നിങ്ങൾ ഈ പട്ടാമ്പി നഗരത്തെ എത്രത്തോളം വൃത്തിയാക്കി വയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് പട്ടാമ്പിക്കാർക്ക് മാത്രമല്ല, പട്ടാമ്പി എന്ന് പറയുന്ന ഒരു പ്രധാന മലപ്പുറം ജില്ലയെയും അതുപോലെ തൃശ്ശൂർ ജില്ലയെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം അവരിൽ നിന്ന്, ആ യാത്രക്കാരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. 60 പേർക്കാണ് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും അടങ്ങിയ കിറ്റ് നൽകിയത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായിരുന്നു. KR നാരായണസ്വാമി, C സംഗീത, KT റുക്കിയ, സ്വാമിനാഥൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേന അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം സംഘടിപ്പിച്ചു. അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, K മിനിമോൾ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ K ശാന്തകുമാരി സ്വാഗതവും CDS അംഗം റിൻസി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റുലി. കാശ്മീർ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് എതിരെ കടുത്ത നയതന്ത്ര നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു. എന്നാൽ നയതന്ത്ര നടപടികളിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ? നിങ്ങളുടെ വിലയിരുത്തൽ എന്ത്? ഇതുകൊണ്ട് ഒരു ശരാശരി നമ്മളൊരു ഇന്ത്യൻ പൗരൻ നിലയിൽ ഇതൊന്നും പോരാന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മളൊരു സിന്ധു നദീതട ചർച്ച 1960 നമ്മൾ ചെയ്തിരുന്നു. ആ കരാറുകൾ നമ്മൾ ഈ 65 വർഷമായിട്ട് ആ കരാറ് അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടല്ല, നയതന്ത്രം കറക്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ആ കരാർ ഇതുവരെ ചെയ്യാതിരുന്നത്. ഇന്നലെ അടിയന്തരമായ മീറ്റിംഗ് കൂടിയിട്ട് ആ കരാർ റദ്ദ് ചെയ്ത ഒരു കാര്യം. അതുമാതിരി നമ്മളെ വാഗ ബോർഡർ അടയ്ക്കണോ, അല്ലെങ്കിൽ നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ പൗരന്മാരോട് ഇന്ത്യ വിട്ട് പോകണമെന്ന് പറയുന്നു. നമ്മളുടെ അവിടുത്തെ ആളുകളോട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ഒരു ഇന്ത്യൻ പൗരന് നല്ല ഇതുകൊണ്ടൊന്നും പോരാ എന്നുള്ളതാണ്. തീവ്രവാദത്തെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് തക്കതായ മറുപടി പാകിസ്ഥാൻ എന്നല്ല, തീവ്രവാദികൾക്ക്, അത് പാകിസ്ഥാൻ പിന്തുണ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾക്ക് തക്കതായ തിരിച്ചടി നമ്മൾ നൽകണമെന്നാണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലെ നിരപരാധികളായ ഈ 27 അല്ലെങ്കിൽ 26 ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് അത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചടിക്കേണ്ടി വന്നാൽ നമ്മൾ തിരിച്ചടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് കളക്ട്രേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. ജില്ലാ കളക്ടറുടെ ഇമെയിലിലേക്ക് സന്ദേശം എത്തിയത് ഉച്ചയ്ക്ക് 2-ന് ബോംബ് പൊട്ടുമെന്നറിയിച്ച. പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ഭീഷണി സന്ദേശം വ്യാജമെന്ന് സ്ഥിരീകരിച്ചു. സ്ഥിരമായി ഉണ്ടാകുന്ന ബോംബ് ഭീഷണിയെ സംബന്ധിച്ച് സർക്കാർ സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ച് നാട്. ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നിരവധി പേർ. മങ്കരയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച് കോൺഗ്രസും BJPയും. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചേറ്റൂരിനെ കുറിച്ച് ബോധോദയമുണ്ടായതെന്ന് VK ശ്രീകണ്ഠൻ MP. മോദിയുടെ പ്രസംഗം കേട്ട ഉടനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ കുടുംബാംഗങ്ങളുടെ വീട് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയെന്നും വിമർശനം. രാഷ്ട്രീയത്തിലെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരാണ് BJPക്കാരെന്നും VK ശ്രീകണ്ഠൻ MP. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയിൽ നിരോധിത സിഗരറ്റുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് കടമ്പഴിപ്പുറം കോണിക്കഴി സ്വദേശി 29 വയസ്സുള്ള നവാസ്. യുവാവിനെ പിടികൂടിയത് ബസ് യാത്രയ്ക്കിടെ. കണ്ടെടുത്തത് 21 സിഗരറ്റുകൾ.
പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വരൾച്ച പരിഹരിക്കാൻ കുളം നിർമ്മാണം തുടങ്ങി. 2 ഏക്കർ വിസ്തൃതിയിൽ കുളം നിർമ്മിക്കുന്നത് 4 കോടി രൂപ ചെലവിൽ. നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വല്ലപ്പുഴയിലും കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നു. കളിസ്ഥലം നിർമ്മിക്കാൻ ഇറിഗേഷൻ സ്ഥലം വിട്ടു നൽകി. പ്രവൃത്തികൾക്ക് 50 ലക്ഷം രൂപ അനുവദിച്ച് മുഹമ്മദ് മുഹസിൻ MLA. റഷ്യൻ പട്ടാളത്തിൽ കുടുങ്ങിയ വടക്കാഞ്ചേരി സ്വദേശി ജെയിനിന് മോചനം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിനിനെ രക്ഷ വിട്ടയച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് മൈതാന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 2023-24 സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.